ഉമർ റളിയല്ലാഹു അൻഹു മക്കയിലെ ഒരു പുലരിയിൽ സൂര്യൻ ഉദിച്ചു വരുന്ന നേരത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉക്കാല ചന്തയിലേക്ക് തന്റെ കുതിരയുമായി പുറപ്പെടുന്നു. അവിടെ ഒരു മനുഷ്യൻ തന്റെ കച്ചവടത്തിന് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തുകയാണ്. ആ കച്ചവടക്കാരന്റെ അടുത്തു ചെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എനിക്കൊരു 500 ദീനാർ വേണം. അക്കാലത്ത് മക്കയിലെ ഏറ്റവും വലിയ ധീരനായ വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനാകെ ഞെട്ടിപ്പോവുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, ഉമറേ, ഞാൻ കച്ചവടം തുടങ്ങിയിട്ടില്ല ഉമറേ, നിങ്ങൾ കുറച്ചു നേരം കാത്തു നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടും കാത്തു നിൽക്കാതെ തന്നെ തന്റെ അരയിലുണ്ടായിരുന്ന വാളുകൊണ്ട് അദ്ദേഹത്തെ കൊന്നുകളയുന്നു. മാത്രമല്ല, അയാളുടെ ചെറുവിരൽ മുറിച്ചെടുത്ത് ഒരു മാലയിൽ കോർത്ത് തന്റെ കഴുത്തിൽ അണിയുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. ആ വിരലിലെ രക്തം ഉമറിന്റെ നെഞ്ചിലെ രോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങി. അടുത്ത കച്ചവടക്കാരന്റെ അരികിൽ ചെന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പൈസ വേണം. പേടിച്ചു വിറച്ച ആ മനുഷ്യൻ പണമെടുത്തു കൊടുക്കുകയാണ്. കാലങ്ങൾക്ക് പുറത്ത് ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു സംശയാസ്പദമായി കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടരുന്നു. എന്നും നിസ്കാരം കഴിഞ്ഞ ഉടനെ എങ്ങോട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നത് എന്നറിയാൻ വേണ്ടിയാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലെ ഒരു തനിച്ച വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. കുറച്ചു സമയങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു മടങ്ങുന്നത് കണ്ട ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ആ വീട്ടിലേക്ക് കടന്നു ചെന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു കാണുന്നത് വൃദ്ധയായ, ഒന്നിനും കഴിയാത്ത അന്ധയായ ഒരു സ്ത്രീയെയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് അടുത്ത് ചെന്ന് ചോദിച്ചു, ഉമ്മ, ഇവിടെ സ്ഥിരമായി വരുന്ന മനുഷ്യൻ ആരാണ്? ആ ഉമ്മ പറഞ്ഞു, ആരാണെന്നറിയില്ല. കുറെ നാളായി അവൻ വരാൻ തുടങ്ങിയിട്ട്. തന്റെ മൂത്രവും കാഷ്ടവും എല്ലാം വൃത്തിയാക്കിയ മനുഷ്യൻ എന്നും പോകും. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ ത്വൽഹ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് പറയുന്നുണ്ട്, ഉമ്മ, എന്നും വരുന്ന ആ മനുഷ്യനുണ്ടല്ലോ ഉമ്മ, ആ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഇത് കേട്ട് ആ ഉമ്മ കുറെ നേരം ഇരുന്ന് കരയുന്നുണ്ട്. കഠിനഹൃദയനായ ഉമറിൽ നിന്നും ഖലീഫയായ ഉമറിലേക്ക് മാറ്റിയെടുത്തതിൽ ഖുർആൻ വഹിച്ച പങ്ക് ചെറുതല്ല. ചരിത്രത്തിൽ ഇതുവരെയും ഇങ്ങനെയൊരു ഭരണാധികാരി കടന്നുപോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു നമ്മെ മഹ്ശറാസഭയിൽ ഇങ്ങനെയുള്ള മഹാന്മാരുടെ കൂടെ നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു.